ഈശോ മിശിഹായ്ക്ക് സ്തുതിയായിരിക്കട്ടെ. പ്രിയപ്പെട്ടവരെ, ഇന്ന് ആഗമന കാലത്തിലെ രണ്ടാം ഞായർ, ആഗമനകാലത്തിലെ രണ്ടാമത്തെ ഞായറിൽ നമ്മൾ ആഗമന റീത്തിലെ രണ്ടാമത്തെ തിരി കത്തിക്കുകയാണ്. ഈ തിരി സമാധാനത്തിൻ്റെ തിരിയാണ്. ഇപ്പം നമ്മൾ കഴിഞ്ഞ ആഴ്ച പ്രത്യാശയുടെ തിരി കത്തിച്ചു. ഇന്ന് സമാധാനത്തിൻ്റെ തിരി നമ്മൾ കത്തിക്കുകയാണ്. കഴിഞ്ഞ ആഴ്ച നിങ്ങൾ ഉണർവുള്ളവരായി മാറുക, ശ്രദ്ധാലുക്കളായിരിക്കുക എന്നുള്ള ആഹ്വാനമാണ് നമ്മൾ ശ്രവിച്ചത് എങ്കിൽ ഇന്ന് പ്രിയപ്പെട്ടവരെ, സമാധാനത്തിൻ്റെ, അനുരഞ്ജനത്തിൻ്റെ, ഐക്യത്തിൻ്റെ സന്ദേശമാണ് നമുക്ക് പ്രത്യേകമായിട്ട് നൽകപ്പെടുക. നമ്മൾ ഒരു വിധത്തിൽ ഒന്നാമത്തെ വായനയിൽ തന്നെ യെശയ്യാ പ്രവാചകനിലൂടെ നൽകപ്പെടുന്ന സുന്ദരമായൊരു ചിത്രമുണ്ട്. മൃഗങ്ങൾ പോലും ശത്രുത മറന്ന് ഒരുമിച്ച് ജീവിക്കും എന്നുള്ള കാര്യമാണ് അവിടെ വരുന്നത്. മനുഷ്യരുടെയിലും എല്ലാത്തരം ശത്രുതയും പിണക്കവും എല്ലാം മാറണം. ഒരു വിധത്തിൽ നമ്മുടെ ബന്ധങ്ങളിൽ വരുത്തേണ്ട മാറ്റം, കർത്താവിൻ്റെ വരവിന് വേണ്ടി നമ്മുടെ ബന്ധങ്ങളിൽ വരുത്തേണ്ട മാറ്റത്തെക്കുറിച്ചാണ് ഇന്നത്തെ വായനകൾ നമ്മളെ പ്രത്യേകിച്ച് ഓർമ്മപ്പെടുത്തുക. നമുക്കറിയാം, നമ്മൾ കർത്താവിൻ്റെ വരവിന് ഒരുക്കമായിട്ട് പ്രധാനമായ 3 വ്യക്തികളെയാണ് നമ്മൾ ധ്യാന വിഷയമാക്കുക. ഒന്നാമത്തേത് യെശയ്യാ പ്രവാചകനെയാണ്. ഇമ്മാനുവേൽ സന്ദേശമേകുന്ന പ്രവാചകനാണ്. ഈശോയുടെ വരവിന് വേണ്ടിയുള്ള സന്ദേശം തരുന്ന പ്രവാചകനാണ്. ഈ പ്രവാചകൻ്റെ സ്വരമാണ് ക്രിസ്മസ് വരെയും പ്രിയപ്പെട്ടവരെ നമ്മൾ പ്രത്യേകമായിട്ട് കേൾക്കുക. കർത്താവിൻ്റെ വരവിന് വേണ്ടിയുള്ള, കർത്താവ് വരുമ്പോൾ വരുന്ന മാറ്റത്തെക്കുറിച്ച് എല്ലാം അദ്ദേഹം പ്രത്യേകിച്ച് യെശയ്യാ പ്രവാചകൻ നമ്മളോട് പറയുകയാണ്. ഇസ്രയേൽ ജനം ബാബിലോൺ പ്രവാസം കഴിഞ്ഞ് തിരിച്ചെത്തുമ്പോൾ വരാവുന്ന അനുഭവങ്ങളെക്കുറിച്ചാണ് ഒരു വിധത്തിൽ അദ്ദേഹം വിവരിക്കുക. നമ്മൾ ഇന്ന് പ്രത്യേകിച്ച് നമ്മുടെ ശ്രദ്ധയിൽ വരുന്നപ്പം യെശയ്യാ പ്രവാചകന് കഴിഞ്ഞിട്ട് സ്നാപക യോഹന്നാൻ, ഈശോയുടെ വരവിന് വേണ്ടി ജനത്തെ ഒരുക്കിയ പ്രധാനപ്പെട്ട വ്യക്തിയാണ് സ്നാപക യോഹന്നാൻ. നമ്മൾ അദ്ദേഹത്തെയാണ് ഇന്നത്തെയും അതേപോലെ വരുന്ന ഞായറാഴ്ചത്തെയും സുവിശേഷങ്ങളിൽ നമ്മൾ കാണുക. അത് കഴിഞ്ഞിട്ട് നമ്മൾ 4ാമത്തെ ഞായറാഴ്ചയിൽ നമ്മൾ ഈശോയ്ക്ക് പ്രധാനമായ വഴിയൊരുക്കിയ മാതാവിനെക്കുറിച്ചാണ് നമ്മൾ കേൾക്കുക. പ്രിയപ്പെട്ടവരെ, സ്നാപയോഹന്നാൻ ജനത്തെയെല്ലാം നോക്കിയിട്ട് കണ്ട കാര്യം എന്താണെന്നറിയാവോ? കർത്താവിനെ കണ്ടുമുട്ടുന്നതിന് തടസ്സമായി നിങ്ങളിലെ പാപം നിങ്ങളിലുണ്ട് എന്ന് പറയാണ്. പാപം എന്ന് പറഞ്ഞാൽ പിണക്കം എന്ന അർത്ഥം. ദൈവത്തോടോ മറ്റുള്ളവരോടോ ഉള്ള പിണക്കമാണ്. ആ പിണക്കം തീർക്കുമ്പോഴാണ് കർത്താവിന് വേണ്ടി നമ്മൾ ഒരുക്കമുള്ളവരായി മാറുക. അപ്പം അതിനെയാണ് പശ്ചാത്താപം, മാനസാന്തരം, മെറ്റനോയിയ എന്ന് പറയുക. നമ്മുടെ മനസ്സിൽ വലിയൊരു മാറ്റം ഉണ്ടാകണം. മറ്റുള്ളവർക്കെതിരെ ചിന്തിച്ച ചിന്താഗതി മാറി മറ്റുള്ളവർക്ക് അനുകൂലമായ രീതിയിൽ നമുക്ക് ചിന്തിക്കാനായിട്ട് സാധിക്കണം. നമ്മുടെ ഹൃദയത്തിലും നമ്മുടെ മനസ്സിലും നമ്മുടെ ജീവിത രീതിയിലും നമ്മുടെ മനോഭാവങ്ങളിലും എല്ലാം വലിയൊരു അന്തരം വരേണ്ടിയിരിക്കുന്നുവെന്ന് സ്നാപയോഹന്നാൻ നമ്മളോട് പറയുക. നിങ്ങളുടെ പാപം നിങ്ങളെയും ദൈവത്തെയും തമ്മിൽ അകറ്റിയിരിക്കുന്നുവെന്ന് പ്രിയപ്പെട്ടവരെ നമ്മൾ ഈ യെശയ്യാ പ്രവചന പുസ്തകത്തിൽ തന്നെ വായിക്കുന്നുണ്ട്. അത് പ്രത്യേകിച്ച് എടുത്തു പറഞ്ഞുകൊണ്ടാണ് സ്നാപയോഹന്നാൻ പറയുന്നത്, നിങ്ങളുടെ പാപം നിങ്ങളെ കർത്താവിൽ നിന്ന് അകറ്റിയിരിക്കുക, നിങ്ങളുടെ പാപത്തെ ബഹിഷ്കരിക്കുക, പാപത്തിൽ നിന്നെല്ലാം നിങ്ങൾ പിന്തിരിയുക. അപ്പോൾ കർത്താവിനെ കാണാൻ തക്കവണ്ണം, കർത്താവിനെ അനുഭവിക്കാൻ തക്കവണ്ണം, കർത്താവിൻ്റെ സ്നേഹം നുകരുവാൻ തക്കവണ്ണം നിങ്ങൾ ഓരോരുത്തരും ഒരുക്കപ്പെടും എന്ന് സ്നാപയോഹന്നാൻ പറയുകയാണ്. സ്നാപയോഹന്നാൻ്റെ പ്രധാനപ്പെട്ട സന്ദേശം അതാ. സ്നാപയോഹന്നാൻ ജ്ഞാനസ്നാനം നൽകിയതും അനുതാപത്തിൻ്റെ, മാനസാന്തരത്തിൻ്റെ ജ്ഞാനസ്നാനം. അദ്ദേഹം പ്രത്യേകിച്ച് കർത്താവിന് വേണ്ടി ഒരുക്കുന്നുണ്ട്. അദ്ദേഹം പറയാണ്, ഞാൻ നിങ്ങളെ ജലം കൊണ്ട് സ്നാനപ്പെടുത്തുന്നു, എന്നാൽ വരാനിരിക്കുന്നവൻ എന്നെക്കാളും വലിയവനാണ്, അവൻ നിങ്ങളെ പരിശുദ്ധാത്മാവിനാലും അഗ്നിയാലും സ്നാനപ്പെടുത്തുമെന്ന് പറയാം. പ്രിയപ്പെട്ടവരെ, കർത്താവിൻ്റെ വരവിന് വേണ്ടി
നമ്മൾ ഒരുങ്ങുമ്പോൾ, ഇന്നത്തെ രണ്ടാമത്തെ വായനയിൽ പൗലോസ് അപ്പോസ്തലൻ പറയുന്നത് എന്താണെന്നറിയാവോ? പൗലോസ് അപ്പോസ്തലൻ പറയുന്നത് വിജാതീയ ക്രൈസ്തവരും യഹൂദ ക്രൈസ്തവരും തമ്മിലുള്ള ഐക്യത്തെക്കുറിച്ചാണ്. പരസ്പരം അംഗീകരിക്കാനും ആദരിക്കുവാനും സ്നേഹിക്കാനും കരുതാനുമെല്ലാം നമ്മൾ ശ്രദ്ധ വെച്ചുകൊണ്ട് ഐക്യപ്പെടണം എന്നുള്ള വലിയ സന്ദേശമാണ്. ദൈവവചനത്തിൻ്റെ വെളിച്ചത്തിൽ നമ്മുടെ ജീവിതത്തെ മുഴുവനും ഒന്ന് വ്യാഖ്യാനിച്ചുകൊണ്ട്, ദൈവത്തിൻ്റെ സ്വരത്തിൻ്റെ വെളിച്ചത്തിൽ ദൈവേഷ്ടം അറിഞ്ഞ് ദൈവ പദ്ധതി ഗ്രഹിച്ച് ദൈവപാതയിലൂടെ നമ്മൾ ഒരുമയോടെ ചരിക്കാൻ നമ്മൾ ശ്രദ്ധിക്കണമെന്ന് പൗലോസ് അപ്പോസ്തലൻ നമ്മളെ പ്രത്യേകിച്ച് ഓർമ്മപ്പെടുത്തുക. പ്രിയപ്പെട്ടവരെ, അങ്ങനെ ഒരു വിധത്തിൽ ദൈവവും നമ്മളും തമ്മിലും മനുഷ്യർ പരസ്പരവും ഉള്ള ഒരു ഐക്യത്തിലേക്ക് കടന്നു വരുമ്പോഴാണ് യഥാർത്ഥ സമാധാനം ഉണ്ടാവുക. ഈശോ ജനിച്ചപ്പോഴേ പറയുന്നില്ലേ, ഭൂമിയിൽ സന്മനസ്സുള്ളവർക്ക് സമാധാന ദൂതനായിട്ടാണ്, സമാധാന രാജാവായിട്ടാണ് പ്രിയപ്പെട്ടവരെ ഈശോനാഥൻ ലോകത്തിലേക്ക് കടന്നു വന്നത്. നീതിയും സമാധാനവും നിറഞ്ഞ ലോകം. പ്രിയപ്പെട്ടവരെ, നമ്മുടെയൊക്കെ ജീവിതത്തിൽ അർഹതപ്പെട്ടവർക്ക് അർഹതപ്പെട്ടതുപോലെ കൊടുക്കാൻ തയ്യാറാകുന്ന അനുഭവത്തെയാണല്ലോ നമ്മൾ ശരിക്കും നീതി എന്ന് പറയുക. ദൈവത്തോടുള്ള നമ്മുടെ നീതി, മറ്റുള്ളവരോടുള്ള നമ്മുടെ നീതി, നമ്മളോട് തന്നെയുള്ള നീതി, അത് പുലർത്തുമ്പോഴാണ് യഥാർത്ഥമായ സമാധാനം ഉണ്ടാവുക. നീതിയും സമാധാനവും പുലരുന്ന സുന്ദരമായ ലോകമാണ് ദൈവരാജ്യം. അത് പടുത്തുയർത്തുവാനാണ്, അത് സ്ഥാപിക്കാനാണ്, അതിൻ്റെ വെളിച്ചത്തിൽ ലോകത്തെ തന്നെ പരിവർത്തനപ്പെടുത്താൻ വേണ്ടിയാണ് പ്രിയപ്പെട്ടവരെ ഈശോനാഥൻ ദൈവപുത്രൻ മനുഷ്യനായി ലോകത്തിൽ അവതരിച്ചത്. അങ്ങനെ കർത്താവിൻ്റെ വരവിന് വേണ്ടി നമ്മൾ ഒരുങ്ങുമ്പോൾ പ്രിയപ്പെട്ടവരെ, നമുക്ക് ഈശോയെ സ്വാഗതം ചെയ്യാം. നമ്മുടെ ഹൃദയത്തിലേക്ക്, നമ്മുടെ ജീവിതത്തിലേക്ക്, നമ്മുടെ കുടുംബത്തിലേക്ക്, നമ്മുടെ സമൂഹത്തിലേക്ക്, നമ്മുടെ ലോകത്തിലേക്ക് കർത്താവ് കടന്നു വരട്ടെ. നീതി സൂര്യനായി, സമാധാന രാജാവായി കർത്താവ് കടന്നു വരട്ടെ. കടന്നു വന്ന് നമ്മളെ ഐക്യപ്പെടുത്തട്ടെ. ദൈവവുമായും പരസ്പരവുമായും നമ്മളെ ഐക്യപ്പെടുത്തട്ടെ. മനുഷ്യരുടെ ഇടയിൽ പോലും സമാധാനം സ്ഥാപിക്കട്ടെ. അങ്ങനെ സമാധാനം പുലരുന്ന, നീതി സ്ഥാപിക്കപ്പെടുന്ന, സ്നേഹം നിറയുന്ന ആ സുന്ദരമായ ലോകം പ്രിയപ്പെട്ടവരെ പടുത്തുയർത്തുവാൻ കടന്നു വരുന്ന കർത്താവിനെ നമുക്ക് ഏറ്റവും സ്നേഹത്തോടെ സ്വാഗതം ചെയ്യാം. അവിടുത്തെ സാന്നിധ്യം നമുക്ക് ബോധപ്പെടാം. അവിടുത്തെ സ്വരം നമുക്ക് കേൾക്കാം. അവിടുത്തെ ചൈതന്യത്താൽ നമുക്ക് നിറയപ്പെടാം. അവിടുന്ന് ആഗ്രഹിക്കുന്നത് പോലെ പരസ്പരം സ്നേഹിച്ച് ഐക്യപ്പെട്ട് ശുശ്രൂഷിച്ച് നമുക്കൊക്കെ ദൈവമക്കളായി, ഈശോയുടെ നല്ല ശിഷ്യരായി, ലോകത്തിൽ അനുഗ്രഹം ഏകുന്നവരായി, അനുഗ്രഹം പകരുന്നവരായി ജീവിക്കുവാൻ ശ്രദ്ധിക്കാം. ഈ രണ്ടാമത്തെ ആഗമനകാലത്തിലെ ഈ രണ്ടാമത്തെ ഞായറാഴ്ച കർത്താവിനോട് കുറേ കൂടെ നമ്മൾ അടുക്കുക. കർത്താവിൻ്റെ പ്രകാശം നമ്മിലേക്ക് കൂടുതൽ നിറയുക. അങ്ങനെ കൂടുതൽ പ്രകാശിതരായി കർത്താവിൻ്റെ സാന്നിധ്യം ബോധപ്പെട്ട്, കർത്താവിൻ്റെ സ്നേഹം നുകർന്ന്, കർത്താവിൻ്റെ സ്നേഹം പകർന്ന്, അനുഗ്രഹം നിറഞ്ഞ് സമാധാനത്തോടെ ജീവിക്കുവാൻ നമുക്ക് ശ്രദ്ധിക്കാം. ദൈവം നമ്മെ സമൃദ്ധമായി അനുഗ്രഹിക്കട്ടെ.